ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. നിങ്ങളെ പോലെയാണ് എല്ലാ സ്ത്രീകളും ഒന്ന് കരുതിയോ? ഒരുമിച്ചൊരു കട്ടിൽ നിന്നും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയതുകൊണ്ട് മാത്രം ദാമ്പത്യമാവില്ല. അതിനപ്പുറത്ത് മനസ്സെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനാണ് യോജിപ്പ് വേണ്ടത്. മനസ്സിലായോ? സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയില്ല. സത്യമായിട്ടൊന്നും ആരെ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. അപ്പൊ മേഡം ആരാണെന്നുള്ളൊരു ക്ലൂ കൊടുക്കല്ലേ? കൊടുക്കാലോ. അതാണ് നീ പടക്കം. വിളിച്ചാലോ പക്ഷെ വിളിക്കില്ല. വിളിച്ച നമ്മളെ അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുലിസിത പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ? നമ്മൾ ഈ ഓവുലേഷൻ ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റ് ആവും പെണ്ണുങ്ങള്. മനുഷ്യനല്ലേ അഴുക്കപ്പെണ്ണ്. അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക, തന്തയേക്കാ മോശം. അപ്പൊ അതാണ് പറഞ്ഞ നേരത്തെ അവരെന്തിനാ കാലഘട്ടത്തിൽ വെച്ച് കൊടുത്തത് ചോദിക്കരുത്. അത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ബീയിങ്ങിന്റെ ഒരു ചോദനയാണിത്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? പ്രായം കൂടുന്നവരും സ്ത്രീകൾക്ക് ഇത് കൂടിക്കൂടി വരുമെന്ന് സത്യമാണ്. ഒരു 20 വയസ്സിൽ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമില്ല. 25-30 നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. പൈസ കൂടുമ്പോൾ നമുക്ക് ഇതിനുള്ള ചോദന കൂടും. സത്യമായിട്ടുള്ള കാര്യമാണ്. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ? തീർത്തു തരാം. 30 വയസ്സ് കഴിഞ്ഞു. അങ്ങനെയല്ല, ഒരു 28 വയസ്സിലുള്ള ചോദനയല്ല 30 വയസ്സുള്ളപ്പോ ഉള്ളത്. അപ്പൊ കല്യാണം കഴിച്ചൂടെ? എന്നിട്ട് ചേച്ചി ഇവിടെ വടക്ക് തുളയിട്ടുകൊണ്ട് നിൽക്കണം. എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നോക്കാറുന്നില്ലേ? കുത്തരി ജീവിതമാണ് എനിക്ക് ഇഷ്ടം. സോഷ്യൽ മീഡിയ കാണുന്ന പോലെയല്ല നമ്മൾ റിയൽ ആയിട്ടുള്ള ആൾക്കാർ. ഫെമിനിസ്റ്റുകളാണ് സത്യം പറഞ്ഞ ഫെമിനിസ്റ്റുകളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന പുരുഷന്മാരുടെ ഭാഗ്യം. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. കാരണം ഇഷ്ടം പോലെ സെക്സിന് ഒരു പഞ്ഞവും ഉണ്ടാവത്തില്ല. ദൈവമേ, അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെമിനിസ്റ്റുകളെ തെരഞ്ഞെടുത്ത് നോക്ക്. അതായത് ഷോ ഓഫിന് വേണ്ടിയുള്ള ഫെമിനിസ്റ്റുകൾ ഉണ്ടാവും ചിലപ്പോ. ആരോടും പറയില്ലെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റും ഞാൻ തയ്യാറാണ്. താങ്കൾ ഫേക്ക് ഫെമിനിസ്റ്റ് ആണോ ശരിക്കുള്ള ഫെമിനിസ്റ്റ് ആണോ? ഞാൻ ശരിക്കുള്ള ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ പറയും. ബാക്കി എല്ലാവരും ഫേക്ക് ഫെമിനിസ്റ്റ് എന്ന് വിളിക്കും. അപ്പോ താങ്കളുടെ ബോയ് ഫ്രണ്ടിന് ലോട്ടറി. ഇത് കുളമല്ല, കിണറാണ്. ഇതിനുള്ളിൽ അകവളവും ഉൾക്കുഴിവുമുള്ള ഒരു ജലനാളി തീർത്തു വെച്ചിട്ടുണ്ട്. കൈമിടിക്കുള്ള ആ മഹാതച്ചൻ. നിങ്ങൾ ഫെമിനിസ്റ്റുകളെ ഏതായാലും പരിചയപ്പെടണം. ആണുങ്ങളൊക്കെ നിങ്ങൾ പേടിച്ച് നിൽക്കരുത്. അപ്പൊ പേടിച്ച് അത് പരിചയപ്പെട്ട് നിങ്ങൾ നല്ലതാണെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കും. അവളോട് എന്റെ മുമ്പിൽ ഒന്ന് വരാൻ പറ, ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. എന്ന് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായി. ഫെമിനിസ്റ്റുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാരണം വിളിച്ചന്വേഷിക്കുക. അതാ ഞാൻ പറയാം, ശരിക്കുള്ള നമ്മൾ അവരെ വിളിക്കാനൊന്നും പോലെ പോയ വഴി. എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നിന്നെ തുറന്നങ്ങ് വിട്ടേക്കുവാ. നീ അങ്ങ് മേഴി നീ പോ. നമ്മൾ വിളിക്കൊന്നുമില്ല. എവിടെയാ അതൊന്നും വിളിച്ചൊന്നും അന്വേഷിക്കത്തൊന്നുമില്ല. അതൊരു പൂവാകുമ്പോഴേ അതിന് ചുറ്റും കുറച്ച് പൂമ്പാറ്റകളൊക്കെ ഉണ്ടാവും. അതിന് തെറ്റൊന്നുമില്ലല്ലോ. കുറച്ചെങ്കിലും തേവാക്കിണ്ടായിരുന്നോ? സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ പുരുഷന്മാരെ ആവശ്യമുണ്ട്. കുറച്ച് സമയം കൂടി എനിക്ക് തരണം. എന്റെ ബാഗ് അകത്ത് പോയി എടുക്കാനുള്ള സമയം. അത് മാത്രം ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പൊ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. എന്റെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞ കാർഡൊക്കെ അയച്ചു തന്നെ. എനിക്ക് ഇതിന് കാർഡൊക്കെ ഉണ്ട്. അതിനെന്ത് വില വരും? ഒരു 50,000 എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അതായത് ഭർത്താക്കന്മാര് കൊണ്ടാക്കിട്ട് ഇത്ര ഭയങ്കര പൈസ കേട്ടോ. അതാണ് ബന്ധം, ഒരു അവിഹിത ബന്ധം. എന്തൊരു സിമ്പിൾ ആണ് ഫാമിലി. ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ശമ്പളം കുറവായിരിക്കും, ചെറിയ വീട്, ചെറിയ കാറ്, പക്ഷെ സന്തോഷം വലുതായിരിക്കും അച്ഛാ. പക്ഷെ അതങ്ങനെ അത്രയും ഈസി അല്ല പരിപാടി. അപ്പൊ ഒരു ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അനുഭവിക്കുന്നുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, പക്ഷെ നമ്മൾ പഴയ്ക്കും കിട്ടുന്ന സിറ്റുവേഷനിൽ എല്ലാം എൻജോയ് ചെയ്യും. അതാണ് ലൈഫ്. അതായത് ഈ ജോലിയോട് ഒരു പാഷൻ വേണം. അതായത് ഈ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ, അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. ഇതൊരു നിസ്സാര പ്രശ്നല്ലേ? കോളം എത്ര കണ്ടതാ, എത്ര കോളം കണ്ടതാ. അതായത് എല്ലാ ടൈപ്പ് സെക്സും ചില ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. മെയിൻ ആയിട്ട് ഈ എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട്. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന്. അപ്പം അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ കുറെ ടെക്നിക്കുകളും ഇതൊക്കെ ഇഷ്ടം വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ.
നിന്റെ അണ്ണാക്കിലോട്ട് ഞാൻ തള്ളി തരും കുട്ടാ. നീ ഓടിച്ചോടാ കള്ള. അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇതാണ് മെയിൻ. ഞാൻ ചോദിച്ചു സ്ത്രീകൾ എന്താ കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന്. അപ്പൊ ആ പുള്ളി പറഞ്ഞു ഇതാണെന്നൊക്കെ. എന്നിട്ട് കുറെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവൂല. എന്താണ് സ്ത്രീകൾ കൂടുതൽ ആവശ്യപ്പെടുന്നത്? അല്ല പുള്ളി പറഞ്ഞതാണ്. പുള്ളി പറഞ്ഞാ ഇപ്പം അങ്ങനത്തെ ഒക്കെ കുറെ പരിപാടികളുണ്ട്. നീ എന്റെ ഗിയർ ബോക്സ് പൊളിച്ചെടുക്കും. അത് ചില പുരുഷന്മാർക്ക് ചെയ്തു കൊടുക്കാൻ ഇഷ്ടമല്ല. ഞാൻ നിസ്സഹായനാണ്. ഐ ആം ഹെൽപ്ലെസ്. പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും എന്റെ വൈഫിനെ ഇങ്ങനെ ഹാപ്പി ആക്കണം എന്നുള്ളത്. എந்த நிறமாச பொண்ணுக்கு நம்ம உதவி கிடைக்காமலே போக கூடாது. அதனால துட்டு வாங்கிக்கிட்டு சேர்த்து விடுங்க. ഇനി എനിക്ക് ഉറക്കൊന്നും കാണില്ല, അതുകൊണ്ട് ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.